സുഹൃത്തുക്കളെ, ലോകത്തിന്റെ സമാധാനത്തെ മൊത്തം കെടുത്തിയ രണ്ട് ചാവാലി തെമ്മാടികളുടെ കാരണം. എന്താലി ചാവാലി, രണ്ട് ചാവാലി തെമ്മാടികളുടെ കാരണം ലോകം മൊത്തം ലോകത്തിന്റെ അന്തരീക്ഷമേ മൊത്തം മോശം, വളരെ മോശത്തിലാണ്. പറയാൻ കാരണം, ഇത് ചെന്നൈയിലെ അടയാർ എന്ന് പറയുന്ന സ്ഥലത്തെ വണ്ടികളുടെ പെട്രോൾ പമ്പിലേക്കുള്ള വണ്ടികളുടെ ക്യൂ ആണ് കേട്ടോ. പെട്രോള്, ഡീസൽ, CNG ഇത് മൂന്നും ഉള്ള ഒരു പമ്പാണ്. ഈ പമ്പിലെ ക്യൂ കണ്ടോ? എണ്ണ കിട്ടാൻ വഴിയില്ല. എണ്ണ മൊത്തം ബ്ലോക്ക് ആകുന്ന സാഹചര്യം എന്നുള്ള പേരിലാണോ എന്നറിയില്ല. ചെന്നൈയിലെ മിക്ക സ്ഥലങ്ങളിലും മിക്ക പമ്പുകളിലും ഇതാണ് അവസ്ഥ. അന്തരീക്ഷം വളരെ മോശം. ഹോട്ടലുകളിൽ ഗ്യാസിന് ക്ഷാമം. അതിപ്പോ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ബന്ധാവും. ഗ്യാസിന് ക്ഷാമം പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്നം മുട്ടും, ഭക്ഷണം കിട്ടാതാവും. കണ്ടില്ലേ അവസ്ഥ? നോക്ക്, ചെന്നൈയിലെ അടയാർ ഓവർ ബ്രിഡ്ജിന്റെ താഴെയുള്ള വണ്ടികളുടെ തിരക്കാണ്. CNGക്കും പെട്രോളിനും ഡീസലിനും വേണ്ടി. ഇതിപ്പോ ഇതിൽ മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലും ചെന്നൈയിലെ കോർപ്പറേഷനകത്ത് മിക്ക സ്ഥലങ്ങളുടെയും കാര്യം ഇങ്ങനെയാണ്. നല്ലൊരു കാഴ്ച കാണിച്ചിട്ടോ. ഇതൊരു സങ്കടകരമായ കാഴ്ചയാണ്. 12 ദിവസം യുദ്ധം ഏതോ രാജ്യത്ത് നടക്കുമ്പോ ഇവിടെ അതിന്റെ അനുഭവങ്ങൾ കാണും. നിങ്ങൾ സുഹൃത്തുക്കളെ, കണ്ണിറയെ കാണും. ഇതാണ് അവസ്ഥ. ചെന്നൈയിലെ അടയാറില് ഇതാണ് അവസ്ഥയെങ്കിൽ മിക്ക സ്ഥലങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പെട്രോളിനും ഡീസലിനും CNGക്കും വേണ്ടി മൊത്തം ക്യൂ ആണ്. കണ്ടില്ലേ ആളുകളുടെ തിരക്ക്? നോക്കൂ, നിങ്ങൾ നോക്കൂ. രണ്ട് തീവ്രവാദി കൂട്ടങ്ങളുടെ കാരണം ലോകം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാളെ നമ്മുടെ നാട്ടിലും ഇതാണ് അവസ്ഥ. കണ്ടില്ലേ കേനം പിടിച്ച ആളുകൾ നിൽക്കുന്നത്? കേനം പിടിച്ച ആളുകൾ നിൽക്കുന്ന കാഴ്ച നോക്കുക സുഹൃത്തുക്കളെ. ചെന്നൈയിലെ അടയാറില് ഇതാണ് മൊത്തം അവസ്ഥ. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിലും വരും, അത് വിദൂരമല്ല. രണ്ട് പരനാറികൾ, ആ പരനാറികളുടെ യുദ്ധത്തിന് അവരുടെയൊക്കെ ആസനം താങ്ങുന്ന നക്കികളെ നിങ്ങളൊക്കെ ഇത് കാണ്. നിങ്ങൾക്കും നാളെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എണ്ണ കിട്ടാതെ ആശുപത്രിയിൽ പോകാൻ വണ്ടിയില്ലാതെ, ഉള്ള വണ്ടിയിൽ എണ്ണ ഒഴിക്കാതെ, ചാണകവെള്ളം ഒഴിച്ചാലൊന്നും ഓടാൻ കഴിയില്ല. പെട്രോളിന് പെട്രോൾ തന്നെ വേണം. കണ്ടില്ലേ കാഴ്ച കാണുട്ടാ. ഇതാണ് അവസ്ഥ. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ മിക്ക സ്ഥലങ്ങളും ഇതാണ് അവസ്ഥ. ഒക്കെ കണ്ട് പഠിച്ചോളി. യുദ്ധം അനാവശ്യമായിട്ടൊരു രാജ്യത്തെ ആക്രമിച്ചതാണ്. എന്തായിപ്പോ അവൻ തുടക്കം കുറിച്ചു. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കാമെന്നാണ് ഈ അടികൊണ്ട രാജ്യം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ തന്നെ ഇങ്ങനെയാണ് അവസ്ഥ. ഇനി എത്ര ദിവസം എങ്ങനെയാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. അനുഭവിച്ചോളി. കണ്ടില്ല കാഴ്ച? ഇതാണ് കാഴ്ച. എല്ലാവരും കാണി.